ട്രംപ് പിന്നെയും ഒരു കുത്തിത്തിരിപ്പുമായിട്ട് വന്നിരിക്കുന്നു. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണമെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് മധ്യസ്ഥനാവാം. ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് കാശ്മീർ POK എന്ന് പറയുന്നത് പാക് അധിനിവേശ കാശ്മീർ എന്നുള്ളത് ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് ഇന്ത്യ സർക്കാർ, ഭാരത സർക്കാർ വളരെ ക്ലീനായിട്ട് ട്രംപിനോട് പറഞ്ഞു, ചേട്ടൻ അവിടെ നിന്നാൽ മതി, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം, ഒരു മധ്യസ്ഥതയില്ല, ഒരു ഉഭയകക്ഷി ചർച്ചയില്ല, POK ഞങ്ങളുടെയാണ്, അതിങ്ങോട്ട് തന്നാൽ പ്രശ്നം തീരും. ചർച്ച വേണമെന്ന് നിർബന്ധം വല്ലതാണെങ്കിൽ നമുക്ക് ചർച്ചിക്കാം, ഭീകരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതല്ലാതെ ചർച്ചയില്ല, ഒന്നുമില്ല. ട്രംപ് ഇങ്ങനെ കളിച്ച് ട്രംപ് ലോക സമാധാനത്തിൻ്റെ ഒരു അപ്പോസ്തലനാവാൻ, അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാൻ വലിയ ആഗ്രഹമുണ്ട്. ഉക്രൈൻ യുദ്ധം നിർത്തണം, അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം ശാശ്വതമായി പരിഹരിച്ച് ഒരു നോബൽ സമ്മാനമൊക്കെ മേടിച്ച കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, നോമിനേഷൻ പോയിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതെ, എല്ലായിടത്തും സമാധാനം ഞാനാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു സമാധാനത്തിന്റെ കപ്പക്കോൽ ഉയർത്തിപ്പിടിക്കുന്നു. അദ്ദേഹം മറ്റേ പ്രസിഡന്റ് ആയ ഉടനെ പറഞ്ഞു, ഞാൻ 24 മിനിറ്റിനകം എല്ലായിടത്തും സമാധാനം ഉണ്ടാകും. അത് മാത്രമല്ല, പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട്, അവർ സ്വീഡൻ തരുമോ എന്നറിയില്ല. അതെ, അർഹത പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങളിലുണ്ടല്ലോ. ഇതെന്താന്ന് വെച്ചാൽ അയാൾ കുറച്ച് ദിവസമായിട്ട് ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കശ്മീർ പ്രശ്നത്തിന് 1000 കൊല്ലത്തെ പഴക്കമുണ്ട് എന്ന്. ഇതെന്താണ് ഇയാൾ ഈ 1000 കൊല്ലം? കാരണം ഇന്ത്യ 1947 വന്നിട്ടുള്ളൂ, പാകിസ്ഥാനും അതെ. പിന്നെ ഇയാൾ എന്താ ഈ 1000 എന്ന് പറയുന്നതെന്ന് ആളുകൾക്കൊന്നും വിവരമില്ല, മനസ്സിലായിട്ടില്ല. പിന്നെ ഇയാൾക്ക് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ഉള്ളത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് വെക്കുകയാണ്. അല്ല, കാശ്മീരിലെ രാജാവായ ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചതല്ലേ? അതെ, അതും 1947 ഓഗസ്റ്റ് 15 ലയിക്കുന്നില്ല. പിന്നീട് കുറച്ച് മാസത്തിന് ശേഷം ലയിക്കുന്നുള്ളൂ. ഇനി 1000 കൊല്ലത്തെ ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ട്, അതിനപ്പുറത്തേക്കുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ശങ്കരാചാര്യര് അവിടെ പോയിട്ടാണ് സർവജ്ഞപീഠം കയറിയത്. അദ്ദേഹം ഉണ്ടായിരുന്നത് 1200 കൊല്ലം മുമ്പാണല്ലോ. ശാരദാ പീഠം എന്ന് പറയുന്നത് ഇപ്പൊ POKയിലാണ്. കാരണം അപ്പുറത്ത് താഴ്വരയിൽ കാണാം. ഇതൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ 1000 കൊല്ലത്തെ ചരിത്രം എല്ലാം ഇങ്ങോട്ട് കൂടെ പോരും. അതിനു മുമ്പ് രാജതരംഗിണി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട രചന അവിടെ നിന്ന് വന്നിട്ടുണ്ട് കാശ്മീരിൽ ഹിന്ദു രാജാക്കന്മാരുടെയൊക്കെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 5000 കൊല്ലത്തെ ചരിത്രമൊക്കെ നമുക്ക് പറയാം. ഇയാൾക്ക് 1000 കൊല്ലത്തെ ആണെങ്കിൽ 1000 കൊല്ലത്തെ അപ്പുറത്തേക്കുള്ള ചരിത്രം നമുക്ക് പറയാം. പക്ഷെ മറ്റു ചരിത്രത്തിനെ പറ്റി ആൾക്ക് ബോധമില്ലാതെ പോയല്ലോ. 1947 ഈ കശ്മീർ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ ഈ നെഹ്റുവിൻ്റെ മണ്ടത്തരവും കാര്യങ്ങളുമാണ്. 1947 ഹരിസിംഗിനെ കൊണ്ട് ഒപ്പിടിക്കാനായിട്ട് പോകുമ്പോൾ തലേന്ന് എന്തോ വിമാനത്തിന് കേടായിട്ട് VP മേനോന് പോകാൻ പറ്റിയില്ല. ഇങ്ങോട്ട് പറയുകയാണ് ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ അമേരിക്കയെ വിളിച്ച് യാചിച്ചില്ലേ പാകിസ്ഥാൻ, ഇതുപോലെ അവിടെ നിന്ന് ആക്രമണം വരാൻ പോണു. പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം വരുമ്പോ ഹരിസിംഗ് ആണല്ലോ തട്ടിപ്പോകുന്നത്. അപ്പൊ നമ്മളോട് കേണപേക്ഷിച്ചതാണ് ഞാൻ ഇപ്പോ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷനിൽ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് ഉടനെ വണ്ടി പിടിച്ചു പോവാണ് VP മേനോൻ. എന്നിട്ടാണ് ഒപ്പിടുന്നത്. തലേന്നത്തെ വണ്ടി കിട്ടിയില്ല, അടുത്ത ദിവസം VP മേനോൻ പോവാണ്. എന്നിട്ട് ഈ ഹരിസിംഗ് എന്ന് പറഞ്ഞ ആളെ തന്നെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാരണം മിസ്റ്റർ എംസ് കേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അന്ന് ബ്രിട്ടനിൽ കിടക്കുന്നുണ്ട്. അന്ന് നമ്മുടെ രാജാക്കന്മാര് പോയി വേറെ രാജ്യങ്ങളിൽ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരൊന്നും പറയില്ല, പേരൊക്കെ മറച്ചു വെക്കും. അങ്ങനെ ഇയാൾ അവിടെ പോയിട്ട് ഒരു സഹശയനത്തിൽ ഏർപ്പെട്ടു ഹരിസിംഗ്. അപ്പൊ അവിടുത്തെ സ്ത്രീയാണല്ലോ, അവരവിടെ കൊണ്ടുപോയി കേസ് കൊടുത്തു. എനിക്കിത്ര ഇയാൾ പറഞ്ഞ പോലെയൊന്നും അല്ല ചെയ്തത്, എനിക്ക് ഇത്ര നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഹരിസിംഗിന്റെ പേരൊന്നും വന്നിട്ടില്ലെങ്കിലും ഇയാളാണ് പുള്ളി എന്നുള്ളതൊക്കെ അറിയാം. എന്നിട്ട് ഇത് അന്ന് പല ആളുകളൊക്കെ ഇടപെട്ടിട്ട് വലിയ ലെവലിലും ഒക്കെ ഇടപെട്ട് വൈസ്രോയി ഒക്കെ ഇടപെട്ടിട്ട് അവർക്ക് കോംപ്രമൈസ് ആക്കി നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് ആണ് ഈ സംഗതി. പക്ഷെ ഈ മിസ്റ്റർ എംസ് കേസ് എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം ഹരിസിംഗിനെ പറ്റിയിട്ടാണ് ഇത്. അത് മൊത്തത്തിൽ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ വൃത്തികെട്ട കഥകളൊക്കെ ഉണ്ട്. ഇയാളുടെ മകനാണ് പിന്നെ വിദേശമന്ത്രിയായിരുന്ന കരൺ സിംഗ് എന്ന് ആന്ധ്യമന്ത്രിസഭയിലും ഒക്കെ. അയാൾ സനാതന ധർമ്മമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ഈ വൃത്തികെട്ട പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. കരൺ സിംഗ് വളരെ ആദരണീയനായിട്ടൊക്കെ നിന്നു. പക്ഷെ ഹരിസിംഗ് സ്വന്തമായിട്ട് നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചൊക്കെ നിൽക്കുകയായിരുന്നു ആ സമയത്ത്.
പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈ ബഫർ സോൺ കിടക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയ്ക്ക് ഗോത്രവർഗം ഒരു ട്രൈബൽ സെക്റ്റ് നിൽക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ എന്ന് നെഹ്റുവും വിചാരിച്ചു. നെഹ്റുവിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഈ ഗോത്രവർഗം നമ്മളെ ആക്രമിക്കാൻ വരില്ലായിരിക്കും, പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയ്ക്ക് ഇവർ കിടക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ അടങ്ങി അപ്പുറത്ത് നിന്നോളുന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നത്തെ ഈ പട്ടാളം ISI എന്നൊക്കെ പറയുന്ന സെറ്റുകൾ ഈ ഗോത്രവർഗക്കാരെയൊക്കെ പിടിച്ച് കാശൊക്കെ കൊടുത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ISI ഇതിൻ്റെ അകത്തേക്ക് നുഴഞ്ഞു കയറി. എന്നിട്ട് അവരുടെ പട്ടാള ജനറൽമാരുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ കശ്മീർ ആക്രമിച്ചു. പ്രധാനമായിട്ട് ഈ മിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവർ കൂട്ടക്കൊലയൊക്കെ നടത്തി. ഇപ്പൊ POKയിലാണ് ഈ മിർപൂർ എന്ന് പറയുന്ന സ്ഥലം. ഈ അങ്ങനെ ഉള്ള സമയത്ത് അതിന് മുമ്പാണ് നമ്മുടെ കൂട്ടത്തിൽ നിവൃത്തികേട് കൊണ്ടാണ് ചേരുന്നത്. പിന്നെ കശ്മീർ എന്ന് പറയുന്നത് നെഹ്റുവിന് അയാളുടെ നാടാണല്ലോ, അപ്പൊ അയാളുടെ താല്പര്യത്തിന് കാര്യങ്ങളൊക്കെ നടക്കണം. അയാളുടെ നാടാണെന്ന് പറയപ്പെടുന്നു, അവകാശപ്പെടുന്നു. അല്ല, അവരവിടെ ഈ രാജുൽ എന്നൊക്കെ പറഞ്ഞ കൂട്ടരും ഒക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഡൽഹിയിൽ വന്നു എന്നൊക്കെ പറയപ്പെടുന്ന ഫറൂഖ് സിയാറിന്റെ കാലത്തുമൊക്കെ അവസാനത്തെ മുഗൾ രാജാക്കന്മാരുടെ കാലത്തൊക്കെ വന്ന കൂട്ടരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ഡൽഹിയിൽ വരുമ്പോഴൊക്കെ നെഹ്റുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഇത് താമസിക്കാൻ വേറെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഇത് നെഹ്റു സ്വന്തക്കാരുടെ വീട്ടിലല്ലേ താമസിക്കാൻ പറ്റുള്ളൂ. മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിലാണ്. അപ്പൊ ഹരിസിംഗിന്റെ കാര്യമൊക്കെ ഒരു ദിവസം അവിടുത്തെ ദിവാൻ വന്ന് ചർച്ച ചെയ്യുമ്പോഴേ എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ വിളിച്ചിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ മുറിയിൽ നിന്ന് വരികയാണ് ഈ ഷെയ്ഖ് അബ്ദുള്ള. ഇങ്ങനെ ഫറൂഖ് അബ്ദുള്ളയുടെ ഭാര്യയാണെങ്കിൽ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരനാണ്. ഈ ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇയാളുടെ ആത്മകഥയും യുദ്ധകഥകളും ഒക്കെ ഇയാളൊരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ. ഇയാള് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഈ കൊച്ചി രാജ്യത്തിലെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ശങ്കരമേനോന്റെ വലിയ സുഹൃത്തും സഹപാഠിയൊക്കെ ആയിരുന്നു. അവിടെ ഓക്സ്ഫോർഡ് ഭാഗത്തോ മറ്റോ ആ സമയത്ത് തൈക്കാട്ട് മൂസോ മറ്റോ ഈ ആയുർവേദ ചികിത്സയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മേനോൻ പറഞ്ഞിട്ട് ഈ ലോറൻസ് ഓഫ് അറേബ്യ T. എഡ്വേർഡ്സ് എന്നാണ് ഇയാളുടെ പേരെന്നാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്, ശരിക്കുള്ള പേര്. ഇയാൾ വന്നിട്ട് കുറെ കാലത്ത് ഒരു ഫെബ്രുവരിയിൽ വന്നിട്ട് ചികിത്സ ഒക്കെ ആയിട്ട് തൃശ്ശൂർ ചികിത്സക്കൊക്കെ വന്നു. ആ സമയത്താണ് ഈ 1900 മാപ്പിള ലഹളയില്ലേ, അതിന് തൊട്ട് മുമ്പുള്ള പീരീഡിലാണ് ഈ ലോറൻസ് ഓഫ് അറേബ്യ വരുന്നത്. ഇയാൾ പഴയ യുദ്ധകാലത്ത് ഈ ഇന്നത്തെ സൗദി അറേബ്യയൊക്കെ വരുന്നതിന് മുമ്പ് ആ ഭാഗത്തൊക്കെ ഈ ലോറൻസ് ഒക്കെ ആയിട്ട് വേഷം കിട്ടിയിരുന്ന മുസ്ലിമായിട്ട് നടന്നിരുന്ന ഒരാളാണ് ഇയാള് ഇവിടെ വന്ന്. അപ്പൊ ഇയാൾക്ക് ഈ 1921 ലഹള ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണോ ഇയാൾ ഈ ആയുർവേദ ചികിത്സ എന്നുള്ള വ്യാജേന ഇവിടെ 2 മാസം വന്നിരുന്നത്? കാരണം മഞ്ചേരി സമ്മേളനം നടക്കുന്നുണ്ട്, അതിന് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ ഈ പ്രമേയമൊക്കെ പാസ്സാക്കുന്നതൊക്കെ ആയിട്ട് ആ സമ്മേളനത്തിന് തൊട്ട് മുമ്പെയാണ് ലോറൻസ് ഓഫ് അറേബ്യ ഇവിടെ വന്നത്. ലോറൻസ് ഓഫ് അറേബ്യ ഇവിടെ വന്നു എന്നൊക്കെ ഉള്ളത് അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ലോറൻസ് ഓഫ് അറേബ്യക്ക് അവിടെ ഒരു വെപ്പാട്ടിയായിട്ട് അവിടെ കശ്മീർ ഭാഗത്ത് ഇയാളൊരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു കുറെ കാലം. എന്നിട്ട് അവിടെ ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ആളുടെ മുസ്ലിം അയാളുടെ മകളുമായിട്ട് ഇയാൾ വലിയ പ്രണയത്തിലായി കുറെ കാലം ഇയാളുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇയാൾക്ക് സ്ഥലം വിടേണ്ടി വരുന്നുണ്ടല്ലോ, ഈ കാലഘട്ടമൊക്കെ മാറി. ആ സ്ത്രീ ഉണ്ടല്ലോ ഇയാൾ കൂടെ വെച്ചിരുന്നത്, അവരാണ് പിന്നീട് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാര്യയായത്. അത് ശരി. അപ്പൊ ഈ കശ്മീരിന്റെ ചരിത്രം എന്നൊക്കെ ഈ ട്രംപ് പറഞ്ഞാൽ ഇതൊക്കെ അതിഭീകരമായ ചരിത്രമാണ്. ട്രംപിനൊന്നും ഇതിന്റെ ഒരു തുമ്പത്ത് പോലും പിടിക്കാൻ പറ്റില്ല ഇതിന്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ. നമ്മളിപ്പോ രാജതരംഗിണിയും ശങ്കരാചാര്യരും മുതൽ 47-48 അപ്പൊ 48 പാകിസ്ഥാൻ ആക്രമണം അവിടെ നടത്തുകയാണ്.
ആ സമയത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഈ POK എന്ന് പറയുന്നത്. മിർപൂരിൽ ആക്രമണം നടത്തി, ഹിന്ദു വംശഹത്യ നടന്നു. ജയിലിൽ കിടന്ന അവരുടെ ഒരാളെ മോചിപ്പിച്ചു, ജയിലാക്രമിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ ഖൈബർ പക്തൂൺവ പ്രദേശത്ത് നിന്ന് പോരാട്ടത്തിന് കശ്മീരിൽ വന്ന ഒരാളായിരുന്നു. അയാളെ പിടിച്ച് ഹരിസിംഗ് ജയിലിലിട്ടതാണ്. ആ ജയിലിൽ നിന്ന് ഈ സമരത്തിന് വന്ന ആളുകളെല്ലാവരും കൂടി മോചിപ്പിച്ചു അയാളെ. അങ്ങനെ അത് മിർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജയിലാണ്. ഈ മിർപൂരിലാണ് ഈ ആക്രമണത്തിന് ഇവർ വരുന്നതും അതിഭീകരമായ സംഗതിയൊക്കെ നടക്കുകയും ഈ POK ഈ നെഹ്റു എന്ന് പറഞ്ഞ ആൾക്ക് മര്യാദയ്ക്ക് അന്നാണ് ഈ ഗാന്ധി അഹിംസ യുദ്ധത്തിനെതിരായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴും വിവരദോഷികൾ പോസ്റ്റ് ഇടുന്നുണ്ട്. അന്ന് ഗാന്ധി അഹിംസ എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് നമ്മുടെ പട്ടാളക്കാരോട് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. യുദ്ധത്തിന് ഗാന്ധി അനുവാദം കൊടുത്തു വന്ന് ഗാന്ധിയെ പോയി നെഹ്റു കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗാന്ധി യുദ്ധത്തിൻ്റെ കൂടെ നിന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ പോയി മറ്റേ യുദ്ധമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 48-ൽ പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധമായി എന്ന് ചരിത്രത്തിൽ ഉണ്ടായി എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? 65-71 പറയും. 48-ൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിന്റെ കുറെ ഭാഗം അവർ പിടിച്ചുകൊണ്ടുപോയി. നെഹ്റു ഗോത്രവർഗ്ഗക്കാരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഈ കിടക്കുന്ന ഭാഗത്ത് നമ്മൾ കശ്മീര് ഈ വിഭജിക്കുമ്പോൾ ബ്രിട്ടന് നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണല്ലോ, അവർക്ക് പറ്റിയ സ്ഥലമാണ്. കശ്മീർ അവർക്ക് കയ്യിൽ വെക്കണം എന്നുണ്ടായിരുന്നു. മൗണ്ട് ബാറ്റനും ആ സ്ഥലം മാത്രം കയ്യിൽ വെക്കണം എന്നുണ്ടായിരുന്നു. ഈ ആക്രമണമൊക്കെ കൊണ്ട് വലഞ്ഞു നടക്കാതെ പോയതാണ്. അത് അല്ലെങ്കിൽ അവര് പാകിസ്ഥാനെയും ഒക്കെ സോപ്പിട്ട് കാശ്മീർ മാത്രം ഗവർണർ ആയേനെ. അവരുടെ ഒരു പല സ്ഥലത്തും അവർ താവളവും അങ്ങനെ ഹോങ്കോങ്ങും ഒക്കെ കയ്യിൽ വെച്ചിരുന്നില്ല കുറക്കാലം. അതുപോലെ കശ്മീർ മാത്രമായിട്ട് അവരുടെ കീശയിൽ വെക്കാനുള്ള ഒരു പണി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇന്റർനാഷണലൈസ് ചെയ്യുന്നതും ബ്രിട്ടനാണ്. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ കൂടിയിട്ടാണ് ഇത് ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോകുന്നത്. ആരുടെ അനുവാദത്തോടെ? നെഹ്റുവിന്റെ അനുവാദത്തോടുകൂടി. നെഹ്റു അതിന് ഒപ്പിട്ട് കൊടുത്തു. ഇത് ഇന്റർനാഷണലൈസ് ചെയ്യാൻ സമ്മതിച്ചു, രാജ്യാന്തര തലത്തിൽ തീരുമാനമാകട്ടെ എന്ന്. ആ മണ്ടത്തരം കൊണ്ടാണ് ഇപ്പോഴും അത് അനുഭവിക്കുന്നത്. അന്ന് നമ്മളും അവരും അടിച്ചു തീർക്കേണ്ട പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മളൊരു തീരുമാനം പണ്ടേ എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ തീർക്കേണ്ട പ്രശ്നമാണ് കശ്മീർ. ട്രംപിന് ഒരു കാര്യമില്ല, ട്രംപ് വല്ല താരിഫ് കൂട്ടി കുറച്ച് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ ഖത്തറിൽ ഇപ്പോൾ പോയിട്ട് റിയൽ എസ്റ്റേറ്റ് പരിപാടി നടത്താൻ പോകുന്നുണ്ടല്ലോ, ഒരു ഗോൾഫ് റിസോർട്ടൊക്കെ സമ്മാനമായിട്ടൊരു ബോയിങ് വിമാനവും കിട്ടുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയാലും പുള്ളി അതേ സഞ്ചരിക്കും. അതെ, അത് പുള്ളിയുടെ ഫൗണ്ടേഷന്റെ ഭാഗമാവും പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഒക്കെ നടക്കുക. ഇന്ത്യയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് പ്രാപ്തിയുള്ള ആണുങ്ങൾ ഇവിടെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.